2017 സുരഭിക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച സിനിമയാണ് മിന്നാമിനുങ്ങ്. വ്യക്തമായ ഒരു പേരില്ലാത്ത ഇടത്തരം വീട്ടമ്മയുടെ ജീവിതം പറയുന്ന ഹൃദയസ്പർശിയായ കഥയാണിത്. വൃദ്ധനായ അച്ഛനും ഒരു മകളും മാത്രമാണ് വിധവയായ ഇവർക്കുള്ളത്. ഒരമ്മയുടെ ഹൃദയസ്പർശിയായ ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. സിമന്റ് കട്ട കൊണ്ട് പണിത തേക്കാത്ത ഓലയും ടാർപ്പായും മേഞ്ഞ കുഞ്ഞു വീട് നിലാവിന്റെ വെട്ടത്തിൽ തെളിഞ്ഞു വരുന്നു. നന്നേ പുലർച്ചെ പശുവിന്റെ കരച്ചിലും കോഴിയുടെ കൊക്കരക്കോയും ഒപ്പം ഫോണിലെ അലാറവും കേട്ടുണരുന്ന അമ്മ. തലേ ദിവസത്തെ ക്ഷീണം ഒട്ടും വിട്ടുമാറാതെ അവർ കിടക്കയിൽ നിന്നെണീറ്റ് പുതപ്പ് മടക്കി വെക്കുന്നു. എന്നും അവരുടെ ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. തൊഴുത്തിലെത്തി വളരെ വാത്സല്യത്തോടെ പശുവിനെ ഒന്ന് തലോടി നീങ്ങിന്നില്ലെന്റെ മറിയാമേ എന്നും പറഞ്ഞ് അവർ പശുവിനെ കറക്കാൻ ആരംഭിക്കുന്നു. ഒരേ അളവിലല്ലേ നിനക്ക് എന്നും കാടിവെള്ളവും പിണ്ണാക്കും തരുന്നതെന്നും എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ പാലിന്റെ അളവിൽ ഏറ്റക്കുറച്ചിൽ വരുത്തുന്നത് എന്നൊക്കെ തക്കാരം പറഞ്ഞുകൊണ്ടാണ് അവർ ആ പശുവിനെ കറക്കുന്നത്. അതേസമയം വൃദ്ധനായ അവരുടെ അച്ഛൻ പുറത്തേക്ക് വന്ന് പല്ല് തേക്കുകയും അതിനുശേഷം കോഴിക്കൂട്ടിൽ നിന്നും കോഴികളെ തുറന്നുവിട്ട് മുട്ടകൾ എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഒരു മുട്ട കുറവേ കിട്ടിയുള്ളൂ എന്ന് അച്ഛൻ പരാതി പറയുമ്പോൾ ആ കോഴിക്കൂടിന്റെ വലത്തെ മൂലയ്ക്ക് ഒന്നുകൂടെ നോക്കച്ചാ, അപ്പോൾ കിട്ടും എന്ന അവരുടെ മറുപടി വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് അത്രമേൽ ശ്രദ്ധയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ധൃതിയിൽ വേഷം മാറി കറന്നെടുത്ത പാൽക്കുപ്പികളുമായി അച്ഛനും മകളും തോണിയിൽ അക്കരയ്ക്ക് യാത്രയാകുന്നു. ഇരുവരും കാലത്ത് പോയാൽ രാത്രിയെ തിരികെ എത്തൂ. അതുവരെ വീടും പശുക്കളെയും നോക്കാൻ പ്രഭു എന്ന പയ്യനുണ്ടാവും. തോണിയിറങ്ങി പൊരിവെയിലൂടെ നടന്ന് അവർ പാൽ വിതരണം നടത്തുന്നു. ശേഷം ബസ് കയറി ടൗണിലേക്ക്. ടൗണിൽ പഠിക്കുന്ന തന്റെ മകളുടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇന്നാണെന്നും അതിനായി ഇനിയും പണം കണ്ടെത്തേണ്ടതുണ്ടെന്നും വ്യാകുലപ്പെടുന്ന അമ്മ. ബസ് ഇറങ്ങി കയ്യിൽ കരുതിയിരുന്ന കറിവേപ്പിലയും മുട്ടയും മറ്റും വഴിയോര കച്ചവടക്കാർക്ക് നൽകി പണം വാങ്ങി അച്ഛനെ അയാളുടെ ജോലി സ്ഥലത്തേക്ക് യാത്രയാക്കി ടൗണിലെ ഒരു ഓഫീസിലെ തൂപ്പുകാരിയായി മറ്റൊരു വേഷത്തിലേക്ക് അവൾ മാറുന്നു. കാലത്ത് പാലും പച്ചക്കറിയും മുട്ടയും വിൽപ്പന. ഉച്ചവരെ ടെലികോം സ്ഥാപനത്തിൽ തൂത്തുവാരലും അവിടുത്തെ ആളുകൾക്കായുള്ള ഊണെത്തിക്കലും. ഇതിനിടയിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന അച്ചാറും പപ്പടവും ഒക്കെ കടകളിലേക്ക് എത്തിക്കും. വൈകിട്ട് MN എന്ന എഴുത്തുകാരന്റെ ഫ്ളാറ്റിലെ വീട്ടുജോലി. ഇതാണ് അവരുടെ ദിനചര്യ. ഇതിനിടയിൽ പണം ശരിയായോ എന്ന് അന്വേഷിക്കുന്ന അച്ഛനെയും ഫീസ് അടച്ചോ എന്ന് വിളിച്ചു ചോദിക്കുന്ന മകളെയും കാണാം. എന്നാൽ ഉച്ചയായിട്ടും ഫീസ് അടയ്ക്കാനുള്ള തുക തികയാതെ വന്നപ്പോൾ MN സാറിന്റെ അടുത്ത് കാശ് വാങ്ങാനായി അവർ എത്തുകയും നിർഭാഗ്യവശാൽ അയാൾ അവിടെ ഇല്ലെന്ന് സെക്യൂരിറ്റി അറിയിക്കുകയും ചെയ്യുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവിടെ പുതിയ താമസക്കാരുടെ ഫ്ളാറ്റ് വൃത്തിയാക്കാൻ ആളെ കിട്ടാനില്ല എന്ന് സെക്യൂരിറ്റി അവരെ അറിയിക്കുന്നത്. ഉടനെ തന്നെ സന്തോഷത്തോടെ ആ ജോലി അവർ നിർവഹിക്കുകയും കിട്ടിയ പണത്തിന്റെ ഒരു പങ്ക് സെക്യൂരിറ്റിക്ക് നന്ദി സൂചകമായി നൽകുകയും ചെയ്യുന്നു. ഫീസ് അടയ്ക്കാൻ പോകുന്നിടത്ത് 10 മണിക്ക് ശേഷം മകളുടെ മുറിയിൽ ലൈറ്റ് ഇടാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ സർക്കാർ ഹോസ്റ്റലിൽ ഇത്രയൊക്കെ കിട്ടൂ, സൗകര്യങ്ങൾ കൂടുതൽ വേണമെങ്കിൽ അപ്പുറത്തുള്ള ഹോസ്റ്റലിൽ മാസം 7000 രൂപ കൊടുത്താൽ മതിയെന്നും വാർഡൻ അവരോട് പരിഹാസം പറയുന്നു. രാത്രിയിൽ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങവേ ഫീസ് അടച്ച സമാധാനത്തിലും അന്നത്തെ പാച്ചിലിന്റെ അവശതയിലും ക്ഷീണിതയായ മകളെ അച്ഛൻ തന്റെ അവശമായ ചുമലിൽ താങ്ങുന്നു. പ്രേക്ഷകരായ നമ്മുടെ മനസ്സിലേക്ക് ചാട്ടുളി പോലെ തറഞ്ഞിറങ്ങുന്ന കാഴ്ച. വീട്ടിലെത്തിയ ശേഷം അരിയാട്ടിക്കൊണ്ട് മകളെ ഫോണിൽ വിളിച്ച് ഇക്കഥ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ നേരത്തെ ആഴ്ചയിൽ വീട്ടിലേക്ക് വന്നിരുന്ന മകൾ ഇപ്പോൾ 1.5 മാസമായിട്ടും വരുന്നില്ലെന്നും മോളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും പരിഭവം പറയുന്നു. നീ വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഹോസ്റ്റലിലേക്ക് വരുമെന്ന് അമ്മ പറയുമ്പോൾ എന്തോ അങ്കലാപ്പിലായി മകൾ വേഗം ഫോൺ കട്ട് ചെയ്യുന്നു. ഒരു ഞായറാഴ്ച ദിവസം MN സാറിന്റെ വീട്ടിൽ ജോലിക്കായി എത്തുന്ന ഇവരോട് പണത്തിന്റെ എന്താവശ്യമുണ്ടെങ്കിലും താൻ ഇവിടെ ഇല്ലെങ്കിലും സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും കീ വാങ്ങി മുറിയിൽ നിന്നും ആവശ്യമുള്ള പണം എടുക്കാൻ MN സാർ അവരെ നിർദ്ദേശിക്കുന്നു. താങ്കൾ ഇപ്പോൾ തന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നും ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്നും അവർ മറുപടിയും നൽകുന്നു. തന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് MN സാർ അവരെ കണ്ടിരുന്നത്. അവിടുത്തെ പണി കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് മോളെ കാണാനായാണ്. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന മോളുടെ ചോദ്യത്തിന് അവരുടെ ഭർത്താവ് മോളുടെ നൂലുകെട്ടിന്റെ 4-ാം ദിവസം അപകടം പറ്റി മരിക്കുകയും അച്ഛന്റെ മരണം മോളുടെ ജന്മദോഷം കൊണ്ടാണെന്ന കുറ്റപ്പെടുത്തലിൽ മനം നൊന്ത് ഭർത്താവിന്റെ വീട് വിട്ട് കൈക്കുഞ്ഞുമായി തന്റെ ജീവിതം ആരംഭിച്ചതാണെന്നും അതുകൊണ്ട് എൻ്റെ മോളുടെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും അമ്മ മറുപടി പറയുന്നു. അമ്മ ജീവിക്കുന്നത് മകൾക്ക് വേണ്ടിയാണെന്ന് ഊന്നി പറയുന്ന വരികൾ. ഒരു ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കവേ അച്ഛനെ കാണാതെ അവർ പരിഭ്രമിക്കുകയും അപ്പോൾ പണിസ്ഥലത്ത് വെച്ചുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് അച്ഛനെ അടുത്തുള്ള ആശുപത്രിയിലാക്കിയെന്ന വിവരം അച്ഛന്റെ സുഹൃത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛന് പേടിക്കേണ്ടതായൊന്നുമില്ലെന്നും കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമെന്നും ഡോക്ടർ അറിയിക്കുന്നു. പിറ്റേന്ന് ടെസ്റ്റ് ചെയ്യാനായി മാത്രം 2000 രൂപ വരുമെന്നറിഞ്ഞ് സങ്കടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു നല്ലവനായ ഡോക്ടറിന്റെ ഇടപെടൽ മൂലം ബില്ല് പാതിയാക്കി കിട്ടുകയും
അച്ഛന് ഇനി ഭാരിച്ച ജോലികൾ ചെയ്യാൻ കഴിയില്ല, അതിനാൽ നന്നായി ശ്രദ്ധിക്കണമെന്നും അറിയിച്ച് ഇനി അടുത്ത തവണ ടെസ്റ്റിനായി വരുമ്പോൾ അച്ഛനെ കൊണ്ടുവരേണ്ടതില്ലെന്നും തന്റെ വീട്ടിലേക്ക് തനിച്ചെത്തിയാൽ മതിയെന്നും അങ്ങനെയെങ്കിൽ സാമ്പിൾ മെഡിസിൻ നൽകാമെന്നും നല്ലവനായ ഡോക്ടർ ഉറപ്പു നൽകുന്നു. അതിൻ പ്രകാരം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടറുടെ വീട്ടിലെത്തുന്ന അവർക്ക് നല്ലവനായ ഡോക്ടറിൽ നിന്നും അബ്യൂസ് ഉണ്ടാവുകയും എന്നാൽ ഒട്ടും പതറാതെ ആട്ടിൻതോലിട്ട ആ ചെന്നായിയോട് അവർ ശക്തമായി പ്രതികരിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ശേഷം അവർ MN സാറിന്റെ വീട്ടിലേക്ക് എത്തുകയും തനിക്കുണ്ടായ ദുരനുഭവം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു വിധവയാണല്ലോ, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറിയതെന്നും നിങ്ങൾക്കൊരിക്കൽ പോലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ എന്നും MN സാർ അവരോട് ചോദിക്കുന്നു. ഭർത്താവില്ലാത്തവർ മാത്രമല്ല, തുണയുള്ള സ്ത്രീകളും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും എന്നാൽ തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഇത്തരം കാമപ്രവർത്തികളിലൊന്നും കമ്പം തോന്നിയിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാട് അവർ MN സാറിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഉണർന്നിരിക്കുന്ന സമയം മുഴുവനും എനിക്ക് അനുഭവപ്പെടുന്നത് എൻ്റെ മോളെയും അച്ഛനെയും മാത്രമാണ്, അവരുടെ വിശപ്പും ആവശ്യങ്ങളുമാണ്. കരുത്തയായ ആ സ്ത്രീയെ തന്റെ പേനത്തുമ്പിൽ കോറിയിടാൻ ആ നിലപാട് MN സാറിന് ഊർജം പകർന്നു. പബ്ലിഷർ MN സാറിന് സന്തോഷത്തോടെ കൈകൊടുത്തു, കൂടെ പുതിയ രചനയ്ക്കായുള്ള അഡ്വാൻസും. ഇതേസമയം ഇവരുടെ മകളായ ചാരുവും കാമുകനും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് കാനഡയിലേക്ക് കുടിയേറി പാർക്കാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അവരുടെ യാത്രയ്ക്കായി 10 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിരിക്കുന്നു. അതിൽ 4 ലക്ഷം ചാരുവിന്റെ ആൺസുഹൃത്ത് ഏർപ്പാടാക്കുകയും ബാക്കിയുള്ള 6 ലക്ഷം ചാരുവിന്റെ അമ്മയോട് ആവശ്യപ്പെടാൻ അവൻ ചാരുവിനോട് പറയുന്നു. ഇപ്പോൾ പോയാൽ 14 വർഷത്തേക്ക് ഇനി അവർക്ക് തിരികെ വരാൻ കഴിയില്ല. അമ്മയെ പിരിയേണ്ടി വരുമെന്ന വിഷമത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ചാരുവിനെ കാമുകൻ സമ്മർദ്ദത്തിലാക്കുന്നു. ഉന്നത പഠനത്തിനായി തനിക്ക് കാനഡയിലേക്ക് പോകണമെന്നും അതിനായി 6 ലക്ഷം രൂപ വേണമെന്നും ചാരുവും കൂട്ടരും തന്ത്രത്തിൽ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിയായ ദുഃഖത്തോടെയാണെങ്കിലും തന്റെ മകളുടെ നല്ല ഭാവിയെ ഓർത്തുകൊണ്ട് അവരതിന് സമ്മതം മൂളുന്നു. പിന്നീട് അങ്ങോട്ട് ചാരുവിന്റെ അമ്മയും വിനീത എന്ന സുഹൃത്തും ചേർന്ന് പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. കുറച്ച് പൈസ MN സാറും വിനീതയും നൽകുന്നു. എന്നാൽ അവർക്കും പരിമിതികൾ ഉണ്ടായിരുന്നു. കുറച്ചേറെ നാളായി ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനാൽ PFും ഗ്രാറ്റുവിറ്റിയും ഒന്നിച്ചു കിട്ടുമെന്ന കാരണത്താൽ അവർ തന്റെ ടെലികോം കമ്പനിയിലെ തൂപ്പുജോലി രാജിവെക്കുന്നു. എന്നിട്ടും പണം തികയാതെ വരുമ്പോൾ ആകെയുള്ള വീടും പുരയിടവും പണയം വയ്ക്കാൻ പഞ്ചായത്തിലും പലിശക്കാരുടെ അടുക്കലും കയറിയിറങ്ങുന്നു. വീടിന്റെ ആധാരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അവർക്ക് ലോണിന് തടസ്സമാകുന്നു. അവസാനം വീട് വിൽക്കാൻ തന്നെ അച്ഛനും മകളും തീരുമാനിക്കുന്നു. തുച്ഛമായ വിലയ്ക്കാണ് വീട് വിൽക്കുന്നത്. 1/4 പണവും ട്രാവൽ ഏജൻസിയിൽ നൽകുകയും ബാക്കി തുക അടയ്ക്കാനായി കുറച്ചു ദിവസത്തെ സാവകാശം ഏജൻസിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് വിനീതയുടെ സുഹൃത്ത് വഴി തന്റെ മകൾ പഠിക്കാനായല്ല, കാമുകനൊപ്പം ജീവിക്കാനാണ് കാനഡയിലേക്ക് പോകുന്നത് എന്ന സത്യം ആ അമ്മ മനസ്സിലാക്കുന്നു. എന്നാൽ തന്റെ മകളുടെ ചതി മനസ്സിലാക്കിയിട്ടും ബാക്കി പണത്തിനായി പശുക്കളെ വിൽക്കാൻ ഏർപ്പാട് ചെയ്യുന്ന സമയത്താണ് MN സാർ പബ്ലിഷറെ കാശുമായി അവരുടെ വീട്ടിലേക്ക് അയക്കുന്നത്. ഇതിനിടയിൽ പണിക്കാരനായ പ്രഭു ഉറുമ്പിനെ പോലെ താൻ ശേഖരിച്ചു വെച്ച ഒരു പിടി പണം ഇവർക്ക് മുന്നിലേക്ക് നീട്ടുന്ന രംഗം അയാൾക്ക് ആ കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം വരച്ചു കാട്ടുന്നു. അങ്ങനെ അവസാന തുകയും ട്രാവൽ ഏജൻസിക്ക് കൈമാറുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന ചാരു അമ്മയെ തിരഞ്ഞ് കായൽക്കരയിലെത്തുന്നു. അമ്മ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന ചോദ്യത്തോടെ അവൾ അമ്മയ്ക്കരികിലേക്ക് ചായുന്നു. മകൾ തന്നോട് കള്ളം പറഞ്ഞ് പറക്കാൻ പോകുന്നു എന്ന സത്യം മനസ്സിലാക്കിയിട്ടും അവിടെ ചെന്നാൽ പുതിയ പുതിയ സൗകര്യങ്ങളിൽ മതിമറക്കരുതെന്നും കുറേ വർഷം ജീവിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധമുണ്ടാവാത്ത തരത്തിലാവണം നമ്മുടെ ജീവിതമെന്ന് അമ്മ മകളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ചാരുവിന് പോകാനുള്ള ദിവസം വന്നെത്തുന്നു. കണ്ണീരോടെ അവൾ പടിയിറങ്ങുന്നു. മകൾ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് നോക്കി വേദനയോടെ നിൽക്കുന്ന അമ്മയും മുത്തച്ഛനും. അവൾ പോയ ദിവസം അവർ MN സാറിന്റെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് പറന്നു പോകുന്ന വിമാനത്തെ നോക്കി അവൾ അതിലുണ്ടെന്നും അവൾ എന്നെ കണ്ടു കാണുമോ എന്നുമുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരമ്മയുടെ വിങ്ങൽ MN സാർ നിസ്സഹായനായി നോക്കിക്കാണുകയാണ്. ശേഷം മകൾ പോയത് കാമുകനൊപ്പമാണെന്ന സത്യം അവർ MN സാറുമായി പങ്കുവയ്ക്കുന്നു. ആരെയൊക്കെ വേദനിപ്പിച്ചാലും സ്വന്തം സുഖം മാത്രം നോക്കുന്ന പുതുതലമുറയുടെ പ്രശ്നമാണിതെന്ന് MN സാർ അവരോട് തുറന്നു പറയുമ്പോൾ തൻ്റെ മകൾ ഞാൻ അടിക്കുമെന്ന് പേടിച്ചിട്ടാവും, വഴക്കു പറയുമെന്ന് കരുതിയിട്ടാവും, പറയാനുള്ള വിഷമം കൊണ്ടാവും എന്നോട് കള്ളം പറഞ്ഞത്, അല്ലാതെ എന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല എന്ന് പറഞ്ഞ് മകളെ ശ്രമപ്പെട്ട് ന്യായീകരിക്കുന്ന അമ്മ. അവളെ കുറ്റപ്പെടുത്തരുതെന്നും എൻ്റെ സ്വപ്നങ്ങളെക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിച്ച അവൾ 2 വർഷം കഴിഞ്ഞാൽ അവൾക്കിഷ്ടപ്പെട്ട ആളോടൊപ്പം മെച്ചപ്പെട്ട ജീവിതം നയിക്കുമെന്നും അവർ പ്രതീക്ഷ വയ്ക്കുന്നു. വീട് വിറ്റു, ജോലി പോയി, കടക്കാരിയുമായി. ഇനി താൻ എങ്ങനെ ജീവിക്കും? തളരാതെ എങ്ങനെ തനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്ന MN സാറിന്റെ ചോദ്യത്തിന്
അച്ഛനെ നന്നായി നോക്കണം, കടം വീട്ടണം. ചാരു തിരിച്ചു വരുമ്പോഴേക്കും അവൾക്ക് താമസിക്കാനായി പുകയും ചാണകവുമില്ലാത്ത പുതിയ വീട് വെക്കണം. അങ്ങനെ ഒരുപാടുണ്ട് ചെയ്യാൻ. അതിനിടയിൽ വിഷമിക്കാനും സങ്കടപ്പെടാനും ഒന്നും നേരമില്ല എന്ന് പറഞ്ഞ് ധൃതിയിൽ ഇനി വ്യാഴാഴ്ച വരാം എന്ന് പറഞ്ഞു വെച്ച് അവൾ നടന്നകലുകയാണ്. തിരക്കുള്ള ഒരു നഗരത്തിന്റെ പാതയോരം ചേർന്ന് അനേകം ആളുകളുടെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾക്ക് നടുവിൽ അവളുടെ സങ്കടങ്ങളും മുങ്ങിപ്പോകുന്നു. പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടവുമായി നിസ്വാർത്ഥയായ അവർ അവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്.